അതാ ഒരു ചെറിയ വെള്ളച്ചാട്ടം കണ്ടു കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കണ്ടു കിട്ടിയതിൻ്റെ സന്തോഷത്തിലാണ് ഞാൻ. അപ്പോൾ അത് എന്താണെങ്കിലും ചെറിയ വെള്ളച്ചാട്ടമാണെങ്കിലും നല്ല മനോഹരമായിട്ടുണ്ട്. പിന്നെയുള്ള വെള്ളച്ചാട്ടം എവിടെയാണെന്നുള്ള അന്വേഷണത്തിലാണ് ഞാനും ചേട്ടനും. ഞങ്ങളത് തപ്പി നടക്കുകയാണ്. അങ്ങോട്ടാ വെള്ളച്ചാട്ടം ഉണ്ടെന്നും പറഞ്ഞ് പോണേണ്. ഇത് മേളിലോട്ടൊക്കെ താഴത്തോട്ടാണ്. താഴത്തോട്ടായിരിക്കുമ്പോ കാട്ടുകോഴിയും കൂട്ടത്തിലൊരു നാട്ടുകോഴി. വഴി കണ്ണാരോട് ചോദിക്കാം. അവിടെ ഒരു വീടുണ്ട്, അവിടെ ചോദിക്കാം. നടന്ന് നടന്ന് തളർന്ന വഴി കണ്ടുപിടിച്ചു ഗൈസ്. ഒരമ്മച്ചി കൊച്ചിക്കാരാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അമ്മച്ചി ഇഷ്ടം കൂടി. നിങ്ങൾ അതിലേ വെക്കോ, വണ്ടി അവിടെ വെക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് കറക്റ്റ് ഡീറ്റെയിൽ കണ്ടിട്ടുണ്ട്. ഓ എന്തോരോന്ന് പറഞ്ഞ് നടക്കും. കണ്ടു കിട്ടി. നമ്മുടെ ജീവിതത്തിലെ തിരക്കുകളൊക്കെ മാറ്റി വെച്ചിട്ട് ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഒരു ട്രിപ്പൊക്കെ പോകുന്നത് വളരെ നല്ലതാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഒറ്റയ്ക്കും ഫ്രണ്ട്സുമായിട്ടും ഫാമിലിയായിട്ടും ഒക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ. പാമ്പനാൽ വെള്ളച്ചാട്ടം എന്നാട്ടോ ഇത് പറയുന്നത്. ഈ സ്ഥലത്തിൻ്റെ പേരാണേ. അപ്പോൾ ഇതുവഴി പോവുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ സ്ഥലം ഒന്ന് കാണണം കേട്ടോ. വലിയ വഴികളൊന്നുമില്ല, ചെറിയൊരു വഴിയാണ്. അതിൽ കൂടി നമ്മൾ പാമ്പനാൽ വാട്ടർഫോൾസ്. നോക്കി താഴത്തോക്കി ഇറങ്ങി. ഞങ്ങളങ്ങനെ ഒടുവിൽ ഞങ്ങളുടെ വെള്ളച്ചാട്ടം കണ്ടുപിടിച്ചിരിക്കുകയാണ്. 40-50 കിലോമീറ്റർ കൊച്ചിയിൽ നിന്ന് ഒരു 50 കിലോമീറ്റർ മാറിയിട്ടാണ് ഈ സ്ഥലം. ഒരു ഹിഡൻ പ്ലേസ് ആണ്. വേറെ ഒരു രീതിയിലുള്ള ശല്യങ്ങളും ഇല്ല. അടുത്തൊക്കെ വീടുകളൊക്കെ ഉണ്ട്. നമുക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാം. ഇവിടുത്തെ ആൾക്കാരൊക്കെ ഭയങ്കര സപ്പോർട്ടാണ്. നമുക്ക് ആദ്യം നമ്മൾ ടെൻ്റ് അടിക്കാം. ടെൻ്റ് പറ്റിയുള്ള പടക്കാണ്. ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യണ്ടേ? ഇതേ ഓൾ പറഞ്ഞു. റെഡിയാണോ?